ഹലോ ഹലോ ഹലോ. ഓക്കെ. ഭൂമി, നമ്മുടെ സ്വന്തം ഗ്രഹം, വിശാലമായ പ്രപഞ്ച സമുദ്രത്തിൽ ഒരു ചെറിയ നീല പൊട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഇതുവരേക്കും അറിഞ്ഞ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്, പറഞ്ഞു പഴകിയ എല്ലാ കഥകളും ഉൾക്കൊള്ളുന്നത്. നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് ചന്ദ്രനെയും സുപരിചിതമായ സൂര്യനെയും കടന്ന് നമ്മുടെ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കുന്ന യാത്ര ഇവിടെയാണ് ആരംഭിക്കുന്നത്. പ്രപഞ്ചയാത്രയിലെ ആദ്യത്തെ അടയാളം ചന്ദ്രനാണ്. ഏകദേശം 3,84,000 കിലോമീറ്റർ അകലെ. ഈ ദൂരം എത്രത്തോളം ഉള്ളതാണെന്ന് ഇമാജിൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു 100 കിലോമീറ്റർ വേഗതയുള്ള കാർ ചന്ദ്രനിലേക്ക് ഓടിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചന്ദ്രനിലെത്താൻ ഏകദേശം 160 ദിവസത്തിലധികം എടുക്കും. നിങ്ങൾ ചന്ദ്രനിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഭൂമി നീലയും പച്ചയും കലർന്ന ഒരു ദുർബലമായ ഗോളമായി തോന്നും. അത് കറുത്ത ആകാശവിടവിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ദൃശ്യം നമ്മുടെ നിലനിൽപ്പിനെ ചെറുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യാത്ര തുടരുമ്പോൾ ഏകദേശം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് 150 ദശലക്ഷം കിലോമീറ്റർ ദൂരെ സൂര്യനാണ് അടുത്ത ലക്ഷ്യസ്ഥാനം. നമ്മുടെ സൗരയൂഥത്തിലെ ദൂരങ്ങൾ അളക്കാനുള്ള ഒരു രീതിയാണ് ഈ യൂണിറ്റ്. ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന അതിശയിപ്പിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കും. ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ 900 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം 19 വർഷം എടുക്കും. ഈ അത്ഭുതപ്പെടുത്തുന്ന ദൂരം നമ്മുടെ സ്വന്തം സൗരയൂഥത്തിന്റെ വലുപ്പം പോലും എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തി കടന്ന് യാത്ര ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം 4.5 ബില്യൺ കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു ഐസ് ഭീമൻ നെപ്റ്റ്യൂണെ നമ്മൾ കണ്ടുമുട്ടും. നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയിലാണ് നെപ്റ്റ്യൂൺ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന വെളിച്ചം നെപ്റ്റ്യൂണിലെത്താൻ ഏകദേശം 4 മണിക്കൂറും 15 മിനിറ്റും എടുക്കും. ഈ അമ്പരിപ്പിക്കുന്ന ദൂരം നമ്മുടെ സൗരയൂഥത്തിന്റെ വിശാലതയെ പ്രദർശിപ്പിക്കുന്നു. 1977 വിക്ഷേപിച്ച വോയേജർ 1 പര്യവേഷണം മനുഷ്യരാശിയുടെ അടങ്ങാത്ത ജിജ്ഞാസയെയും അതിർത്തിക്കും അപ്പുറം പര്യവേഷണം നടത്താനുള്ള ആഗ്രഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ വോയേജർ 1 ഭൂമിയിൽ നിന്ന് ഏകദേശം 22 ബില്യൺ കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച് 4 പതിറ്റാണ്ടിലേറെയായി യാത്ര ചെയ്യുന്നു. അത് നമ്മുടെ ഗ്രഹത്തിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവാണ്, നമ്മുടെ പ്രപഞ്ച സമുദ്രത്തിലെ നിശബ്ദ സഞ്ചാരി. അവസാനത്തെ ഒരു ഫോട്ടോയ്ക്കായി വോയേജർ 1 ഭൂമിയെ നോക്കി തിരിഞ്ഞു. ഭൂമിയിൽ നിന്നും ഏകദേശം 6 ബില്യൺ കിലോമീറ്റർ ദൂരെ വിശാലമായ ആകാശത്ത് ഒരു ചെറിയ പൊട്ടായി നമ്മുടെ ഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ സൗരയൂഥ അതിർത്തിയിലാണ് ഓർത്ത് ക്ലൗഡ്സ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞു മൂടിയ വസ്തുക്കളുടെ ഒരു വിശാലമായ ഗോളമാണ് ഈ മേഘങ്ങൾ. സൂര്യനിൽ നിന്നും ഏകദേശം 1.9 പ്രകാശവർഷം വരെ ഈ മേഘങ്ങൾ വിരിഞ്ഞു കിടക്കുന്നു. ഇത് അത്രയും വിശാലമായ ഒരു ദൂരമാണ്. നമ്മുടെ സൗരയൂഥ പരിധി വിട്ട് സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ സ്വാധീനം കുറയുകയും ഗാലക്സിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും. സൗരയൂഥത്തിന്റെ അതിർത്തി കടന്ന് യാത്ര തുടരുമ്പോൾ അടുത്ത ലക്ഷ്യസ്ഥാനം നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൽഫ സെഞ്ചുറിയാണ്. ഇത് ഏകദേശം 41.3 ട്രില്യൺ കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അഥവാ ആൽഫ സെഞ്ചുറി നമ്മിൽ നിന്നും ഏകദേശം 4.4 പ്രകാശ വർഷം അകലെയാണ്. നമ്മുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യ കണക്കിലെടുക്കുമ്പോൾ ആൽഫ സെഞ്ചുറിയിലേക്കുള്ള യാത്ര അവിശ്വസനീയമാണ്. ഉദാഹരണത്തിന്
ഏകദേശം 17 km/s വേഗതയിൽ സഞ്ചരിക്കുന്ന വോയേജർ ബഹിരാകാശ വാഹനം ഈ അയൽ നക്ഷത്രത്തിലേക്ക് എത്താൻ ഏകദേശം 70,000 വർഷത്തിലധികം സമയമെടുക്കും. ഈ അകലം നക്ഷത്രങ്ങളെ വേർതിരിക്കുന്ന വിശാലതയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയും സഞ്ചരിച്ചാൽ നിങ്ങൾ എവിടെ എത്തും? എന്നാൽ ഇപ്പോഴും നിങ്ങൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്കകത്ത് തന്നെയാണ്. ബാക്കി മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.